അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്തൊരു ഭാഗമായിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെഫിനേഷൻ കിടപ്പുണ്ട്. ഓപ്പറേറ്റേഴ്സ് ആർ ടോക്കൺസ് constituted by predefined symbols that can trigger computer to carry out operations. The participants of an operation are called operands. An operand may be either a constant or a variable. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ട്രിഗർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ, പ്രീഡിഫൈൻഡ് സിമ്പിളിനാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ, അതിലുപയോഗിക്കുന്ന ഡേറ്റയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള ഓപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ, operators are classified into 3. They are unary, binary and ternary. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന എത്ര ഡേറ്റ ഉണ്ട്, നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്, അതിനനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ 3 ടൈപ്പ് ഉണ്ട്: യൂണറി, ബൈനറി ആൻഡ് ടേർണറി. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, യൂണറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a unary operator operates on a single operand. Commonly used unary operators are unary positive and unary negative. അപ്പോൾ അവിടെ നമുക്ക് ആകെ ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ഡേറ്റ ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് യൂണറി പോസിറ്റീവ്, അതുപോലെ തന്നെ യൂണറി നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സൈൻസ് ഓഫ് എ നമ്പർ. നമ്പറിൻ്റെ സൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യൂണറി പോസിറ്റീവ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ നമുക്ക് പ്ലസ് സൈനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ യൂണറി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള നമ്പറിൻ്റെ നെഗേഷനാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടേബിളായിട്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വേരിയബിളിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. യൂണറി പോസിറ്റീവ് ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. യൂണറി നെഗറ്റീവ് ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -8 ആവും അത്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ -9 എന്നാണ് നമ്മുടെ വേരിയബിൾ എങ്കിൽ അതിൽ ഞാൻ യൂണറി പോസിറ്റീവ് ഓപ്പറേഷൻ നടത്തിയാലും -9 തന്നെയായിരിക്കും. പക്ഷേ അതിൽ ഞാൻ യൂണറി നെഗറ്റീവ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അത് 9 എന്നാവും, +9 എന്നുള്ള ഒരു ഇതിലേക്ക് മാറും, അല്ലെങ്കിൽ സൈൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ യൂണറി പോസിറ്റീവും യൂണറി നെഗറ്റീവും. ഇത് കൂടാതെ വരുന്ന വേറെ എക്സാമ്പിൾസാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ വരുന്നുണ്ട്. അത് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ്, അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 മൈനസ്. ഇതാണ് അതിൻ്റെ സിമ്പിൾസ്. അപ്പോൾ ഈ യൂണറി ഓപ്പറേറ്ററിൽ നമ്മൾ ഒരു ഡേറ്റയാണ് യൂസ് ചെയ്യുള്ളൂ. അവിടെ കോമൺലി യൂസ് ചെയ്യുന്നത് യൂണറി പോസിറ്റീവും യൂണറി നെഗറ്റീവും ആണ്. അത് നമ്പറിൻ്റെ സൈൻസിനെ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ബൈനറി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റ് ഓൺ 2 ഓപ്പറാൻഡ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എക്സെട്ര ആർ ദ കോമൺലി യൂസ്ഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. അതായത് അവിടെ നമ്മൾ 2 ഡേറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ പറയുന്ന ഓപ്പറേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പറേറ്റർ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷനാണ് ternary operator. Ternary operator operates on 3 operands. The typical example is conditional operator. അതിൻ്റെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും. അതായത് അവിടെ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഓപ്പറാൻഡ്സ് അല്ലെങ്കിൽ 3 ഡേറ്റ ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിലുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഓപ്പറേഷൻ. ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, അസൈൻമെൻറ്റ്, ഷോർട്ട് ഹാൻഡ്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഓപ്പറേഷൻ, ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്.
അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പലതരത്തിലുള്ള ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരും. ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ട്രിഗർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് പ്ലസ്, മൈനസ്, ദെൻ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്, ഡിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്നൊരു സ്പെഷ്യൽ അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. നമ്മളിതിനെ പേഴ്സൻറ്റേജ് സിമ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. The operands required for these operations are numeric data. The result of these operations will be also numeric. അവിടെ എല്ലാം നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവിടുത്തെ ഓപ്പറാൻസും അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന റിസൾട്ടും ഒക്കെ ന്യൂമറിക് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഓരോ ഓപ്പറേറ്റേഴ്സും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഉണ്ട്. അതിന് പല ഡിഫറെൻറ്റ് ഇൻപുട്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ വേരിയബിൾസിൽ എക്സിലും വൈയിലും നമ്മൾ ഈ പറഞ്ഞ ഓരോ ഓപ്പറേറ്റേഴ്സും ചെയ്തേക്കുന്നതിൻ്റെ ആണ് ഈ ടേബിളിൽ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ അതിൻ്റെ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ സബ്ട്രാക്ഷൻ എക്സ് മൈനസ് വൈ ചെയ്ത് എന്ത് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, അങ്ങനെ പല ഓപ്പറേറ്റേഴ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്ലസ് ഉള്ളത്, മൈനസ് ഉള്ളത്, അങ്ങനെയെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. ദെൻ ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നത്, പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതും മോഡുലസ് ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് മോഡ് ഓപ്പറേറ്റർ എന്നും പറയാം. ദെൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ അരിത്തമെറ്റിക് ഡിവിഷനിൽ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് ഓപ്പറേറ്റർ ക്യാൻ ഓൺലി അപ്ലൈഡ് ഓൺ ഓവർ ഇൻറ്റിജർ ഓപ്പറാൻസ്. അതായത് ഇൻറ്റിജർ നമ്പേഴ്സിൽ മാത്രമായിരിക്കും നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, സൈൻ ഓഫ് ദ റിസൾട്ട് ഈസ് ദ സൈൻ ഓഫ് ഫസ്റ്റ് ഓപ്പറാൻഡ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ സൈൻ ആയിരിക്കും കിട്ടുന്ന റിസൾട്ടിനും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെയും എക്സ് വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ എക്സ് മോഡുലസ് വൈ അല്ലെങ്കിൽ എക്സ് മോഡ് വൈ എന്ന് ചെയ്യണം. അപ്പോൾ 10ഉം 5 ആണ് ഫസ്റ്റ്. 10 മോഡ് 5 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻറ്റിജർ ഡിവിഷനിൽ വരുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ഫുള്ളി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, 10 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത്. ഇനി നേരെ തിരിച്ച് എക്സിൻ്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 10ഉം രണ്ടാമത്തേൽ നോക്കിക്കഴിയുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മളവിടെ പോയിൻ്റ് ഇട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് റിമൈൻഡർ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 5 എന്ന് തന്നെയായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്. അവിടെ നമ്മൾ ഇതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, എല്ലാം ഇൻറ്റിജറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റിമൈൻഡർ 5 എന്ന് തന്നെ വന്നേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ -5 ആൻഡ് 11. അപ്പോൾ ഇത് തമ്മിൽ റിമൈൻഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് -5 എന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ സൈൻ ആയിരിക്കും കിട്ടുന്ന റിസൾട്ടിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിന്റിലേക്ക് വരുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ നേരിട്ട് റിമൈൻഡർ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Relational operators are used for comparing numeric data. These are binary operators. The result of any relational operation will be either true or false. അതായത് നമ്മുടെ ന്യൂമറിക് ഡാറ്റ തമ്മിലുള്ള കമ്പാരിസൺസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ള കമ്പാരിസൺസിനൊക്കെ ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ C++ൽ നമ്മൾ ട്രൂ ഓർ ഫോൾസിനെ കാണിക്കുന്നത് ട്രൂ എന്നുള്ളത് 1 എന്നുള്ള നമ്പറും അതുപോലെ തന്നെ ഫോൾസ് എന്നുള്ള 0 എന്നുള്ള നമ്പേഴ്സുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പറയുന്നത്. ലെസ് ദാൻ, ദെൻ ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഈക്വാലിറ്റി ചെക്കിങ്, അതിന് നമ്മൾ 2 ഈക്വൽ സിമ്പിൾ അവിടെ ഉപയോഗിക്കുന്നുമുണ്ട്.
അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ നമുക്കറിയാവുന്നതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ ടു കൂടെ നമ്മളവിടെ ചെക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ആ ഈക്വൽ ടു കൂടെ അവിടെ ചെക്ക് ചെയ്യുന്നു. ദെൻ ഇത് നമ്മൾക്ക് പുതിയ ഒരെണ്ണമാണ് നോട്ട് ഈക്വൽ ടു. അതായത് നമ്മുടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും നമ്മുടെ ഈക്വൽ ടു സിമ്പിളും നോട്ട് ഈക്വൽ ടു, അതായത് രണ്ട് വാല്യൂസ് നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു, അത് രണ്ടെണ്ണം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾസ് വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും. ഇപ്പോൾ 12 5 ആണ് നമ്മുടെ വാല്യൂസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ 12 ലെസ് ദാൻ 5 എന്നുള്ളത് ഫോൾസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, അതായത് 12 ഗ്രേറ്റർ ദാൻ 5, അത് ട്രൂ ആണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 1 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അത് ഫോൾസ് ആണ്. ദെൻ അടുത്തത് 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് ട്രൂ ആണ്, അതുകൊണ്ടാണ് 1 വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ നോട്ട് ഈക്വൽ, അതായത് 12 നോട്ട് ഈക്വൽ ടു 5, അത് ട്രൂ ആണ്, ഈക്വൽ അല്ല. 12 നോട്ട് ഈക്വൽ ടു 5 എന്നുള്ളത് ട്രൂ ആണ്, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 12 ഈക്വൽ ടു 5, അത് ഫോൾസ് ആണ്, ഈക്വൽ അല്ല, അതുകൊണ്ട് നമ്മൾ 0 എന്ന് കിട്ടി. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു ആണ്. അത് നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് നമ്മൾ നോട്ട് ഈക്വൽ അല്ല എന്നുള്ള കാര്യം നോക്കാനായിട്ടാണ്. ദെൻ ഈക്വൽ ടു രണ്ട് നമ്പേഴ്സ് നമ്മൾ ഈക്വൽ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തൊരു ടൈപ്പാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. യൂസിങ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വി ക്യാൻ കമ്പയർ വാല്യൂസ്. അത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷണൽ ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് C++ൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ രണ്ട് കമ്പാരിസൺസ് നടക്കുന്നുണ്ട്, അത് C++ൽ പോസിബിൾ ഇല്ല. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അപ്പോൾ ഇതിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് 2 ആമ്പർസാൻഡ് സിമ്പിളാണ്. ഇനി ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുക പറഞ്ഞാൽ രണ്ട് എക്സ്പ്രഷൻസ് E1 E2 എന്നുള്ള രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്യണം ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ച്. അപ്പോൾ ആ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതിനെ നമുക്ക് രണ്ടായിട്ടാണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതും ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് ഒരു എക്സ്പ്രഷനാണ്, ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളത് രണ്ടാമത്തെ എക്സ്പ്രഷനാണ്, E1 E2. ഇതിനെ നമുക്ക് ആൻഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് കോമ്പിനേഷൻസ് വരും. അതായത് ഈ എക്സ്പ്രഷൻസിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ഓരോ എക്സ്പ്രഷനും ഇപ്പം എക്സ്പ്രഷൻ 1 ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. എക്സ്പ്രഷൻ 2 ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷൻ 4 കോമ്പിനേഷൻസ് നമുക്ക് വരും. ഈ 4 കോമ്പിനേഷനിലും ഈ രണ്ട് എക്സ്പ്രഷൻസിനെ തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ത് വരും എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസും ഫോൾസ് ആണെങ്കിൽ, അതായത് 0 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, E1 E2 ഫോൾസ് ആണെങ്കിൽ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോഴും ഫോൾസ് ആയിരിക്കും. ഇത് രണ്ട് എക്സ്പ്രഷൻസും E1 E2 ട്രൂ ആകുമ്പോൾ സമയത്ത് ലോജിക്കൽ ആൻഡ് ചെയ്താൽ മാത്രമാണ് ഫൈനൽ റിസൾട്ടും ട്രൂ ആയിരിക്കുകയുള്ളൂ. അതാണ് ലോജിക്കൽ ആൻഡ്. ബാക്കി എല്ലാ കേസിലും ഇത് ലോജിക്കൽ ആൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത് E1 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് E1 ആണ്, എക്സ്പ്രഷൻ 1 ആണ്. 15 ഗ്രേറ്റർ ദാൻ 25 എന്നുള്ളത് എക്സ്പ്രഷൻ 2 ആണ്, E1 E2. ഈ രണ്ട് എക്സ്പ്രഷൻസിനെ ഞാൻ ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുകയാണ്.
അപ്പോൾ E1 ആൻഡ് E2. അപ്പോൾ അതിൽ E1ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക, 10 ഗ്രേറ്റർ ദാൻ 5. 10 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് ട്രൂ ആണ്, അതായത് 1 ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 15 ലെസ് ദാൻ 25 എന്നാണ്, അതും ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആൻഡ് 1 എന്ന് വരും. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസിൻ്റെയും വാല്യൂ 1 ആണെങ്കിൽ ഇത് തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോഴും ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെ ഇത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണ്, 1 വന്നു, 1 ആൻഡ് 100 ലെസ് ദാൻ 25 ഇത് ഫോൾസ് ആണ്. അപ്പോൾ 1 ആൻഡ് 0 എന്ന് വരുന്നു. 1 ആൻഡ് 0 വന്നു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുന്ന റിസൾട്ടും 0 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ലോജിക്കൽ ആൻഡ് വർക്ക് ചെയ്യുന്നത്. രണ്ട് എക്സ്പ്രഷൻസിനെ തമ്മിൽ ലോജിക്കലി ആൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് ട്രൂ ആകണമെന്നുണ്ടെങ്കിൽ ആ കമ്പൈൻ ചെയ്യുന്ന രണ്ട് എക്സ്പ്രഷൻസും ട്രൂ ആയിരിക്കണം. ബാക്കി എല്ലാ കോമ്പിനേഷനിലും അത് 0 ആയിരിക്കും. ഇതാണ് ലോജിക്കൽ ആൻഡ്. ദെൻ അടുത്തത് ലോജിക്കൽ ഓർ ഓപ്പറേറ്ററാണ്. അത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓറിനെ കാണിക്കുന്നത്. അതായത് രണ്ട് നീളത്തിലുള്ള വരകൾ, ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിനെ കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് ഇതുപോലെ രണ്ട് എക്സ്പ്രഷൻസ് E1ഉം E2ഉം എടുക്കാം. ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ 4 കോമ്പിനേഷൻ വരും. E1ൻ്റെയും E2ൻ്റെയും വാല്യൂ ട്രൂവും ഫോൾസും മാറി മാറി 4 കോമ്പിനേഷൻ വരും. ഇത് ഇനി ലോജിക്കൽ ഓർ ചെയ്യുന്ന സമയത്ത് ഇത് ട്രൂ ആകുന്നത് 3 കേസിലാണ്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ എങ്കിലും ട്രൂ ആണെങ്കിൽ ഇത് ലോജിക്കൽ ഓർ ചെയ്യുമ്പോൾ ട്രൂ ആയിരിക്കും. രണ്ടും ഫോൾസ് ആകുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് കേസ് E1ൻ്റെ വാല്യൂയും 0യും E2ൻ്റെ വാല്യൂയും 0 ആണെങ്കിൽ മാത്രമാണ് ഇത് ലോജിക്കൽ ഓർ ചെയ്യുന്ന സമയത്തും 0 അല്ലെങ്കിൽ ഫോൾസ് വരികയുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഫൈനൽ റിസൾട്ടും ട്രൂ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 10 ഗ്രേറ്റർ ദാൻ 5 ഓർ 100 ലെസ് ദാൻ 25. ഇവിടെ 10 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് ട്രൂ ആണ്, അപ്പോൾ 1 ഓർ ഇതും ട്രൂ ആണ്, 1 ഓർ 1 എന്ന് പറയുന്ന ഫൈനൽ റിസൾട്ടും 1 ആയിരിക്കും. ഇവിടെ ഒരു ഫോൾസിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ 10 ഗ്രേറ്റർ ദാൻ 15 അത് ഫോൾസ് ആണ്, അപ്പോൾ 0 വന്നു. ഓർ 100 ലെസ് ദാൻ 90 അതും ഫോൾസ് ആണ്, അപ്പോൾ 0 ഓർ 0 എന്ന് വന്നു. രണ്ട് എക്സ്പ്രഷൻ്റെ വാല്യൂം 0 ആണെങ്കിൽ ലോജിക്കൽ ഓർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ടും 0 ആയിരിക്കും. ദെൻ അതിനകത്തെ ലാസ്റ്റ് വണ്ണാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ടാണ്. ദിസ് ഓപ്പറേറ്റർ is used to negate the result of a relational expression. This is a unary operation. അതായത് നിലവിലുള്ള എക്സ്പ്രഷൻ്റെ വാല്യൂവിനെ നെഗേറ്റ് ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കുക എന്നുള്ളതാണ് ലോജിക്കൽ നോട്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനും ഇവിടെ ഒരു ടേബിളിൽ അതിൻ്റെ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂവിനെ നെഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ്പ്രഷൻ 1 അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. നോട്ട് E1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 ആണെങ്കിൽ നോട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്, അല്ലെങ്കിൽ ട്രൂ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആണ്, 1 ആണെന്നുണ്ടെങ്കിൽ നോട്ട് 1 അല്ലെങ്കിൽ നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ് ആണ്. ട്രൂ അല്ലാത്ത എന്താണോ അത് ഫോൾസ് ആണ്. സോ നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഇത്തരത്തിലാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡാറ്റ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക, കീബോർഡിൽ നിന്ന് എടുത്തിട്ട് മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. ഈ ഒരു ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. അതായത് 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് ഇതിനെ നമ്മൾ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ കീബോർഡ് വഴി യൂസർ നൽകുന്ന ഇൻപുട്ടിനെ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഉണ്ട്. ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം റാം ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. യൂഷ്വലി the monitor is the standard output device to get the result directly.
അതായത് അവിടെ ഓൾറെഡി മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റയെ ഔട്ട്പുട്ട് ചെയ്യുക, അതായത് മോണിറ്ററിലേക്ക് കൊടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇത് നമ്മൾ ഇൻപുട്ടിന് നേരെ ഓപ്പോസിറ്റാണ്, രണ്ട് ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റു പേരാണ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിന് വരുന്ന പ്രോഗ്രാമുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് നമുക്ക് ഒരു വാല്യൂ, ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. When you have to store a value in a memory location, assignment operator is used. This is a binary operator and hence two operands are required. The first operand should be a variable where the value of the second operand is to be stored. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ a = 10 എന്ന് പറയുകയാണെങ്കിൽ ആ a എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. a = b എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ബിയിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുന്നു. അപ്പോൾ a = 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 3 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ഈക്വൽ ടു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ഈക്വൽ ടു പഠിച്ചിരുന്നത്, അതായത് രണ്ട് ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഈക്വൽ ടു ഉപയോഗിക്കുന്ന ആ ഈക്വൽ ടു എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇവിടെ ഒരു സിംഗിൾ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വാല്യൂവിനെ അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റേഴ്സിലുള്ളത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എക്സ്പ്രഷൻസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. An expression is composed of operators and operands. ഓപ്പറേറ്ററുകളുടെയും ഓപ്പറാൻഡിനെയും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Operands may be either constants or variables. All expressions can be evaluated to get a result. This result is known as the value returned by the expression. On the basis of the operators used, ഇതിന് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിനെയാണ് നമ്മളതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. ദെൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്, റിലേഷണൽ എക്സ്പ്രഷൻസ് ഉണ്ട്. 3 ടൈപ്പായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്. അതെന്താണെന്നുള്ളത് നോക്കാം. An expression in which only arithmetic operators are used is called arithmetic expression. അതായത് ഒരു എക്സ്പ്രഷനിൽ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്ലസ്, മൈനസ്, ഡിവിഷൻ, മോഡുലേഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. then ഇവിടുത്തെ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ന്യൂമറിക് ഡേറ്റ ആയിരിക്കും. അത് വേരിയബിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ആയിരിക്കാം. ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ന്യൂമറിക് ആയിരിക്കും. ദെൻ ഈ അരിത്മെറ്റിക്കിൽ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിജർ എക്സ്പ്രഷൻസ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്പ്രഷൻസ് ആൻഡ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഡിജർ എക്സ്പ്രഷൻസ്. If an arithmetic expression contains only integer operands, it is called integer expression and it produces integer result after performing all the operations given in the expression. അതായത് ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷനിലെ എല്ലാ ഓപ്പറാൻഡ്സും ഇൻഡിജർ ഓപ്പറാൻഡ്സ് ആണ്. അതായത് അവിടെ ഉപയോഗിക്കുന്നതെല്ലാം പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ്, ഇൻഡിജർ നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഉപയോഗിക്കുന്ന ഡേറ്റ എല്ലാം ഇൻഡിജർ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ട് ഇൻഡിജർ ആയിരിക്കും. ആ എക്സ്പ്രഷനെ നമ്മൾ ഇൻഡിജർ എക്സ്പ്രഷൻ എന്നും വിളിക്കുന്നു. ഈ ടേബിളിൽ നമ്മൾ ഒരു എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ 5ഉം 2ഉം ആണ്. ദെൻ ഇത് രണ്ടും ഇൻഡിജർ നമ്പേഴ്സാണ്. ദെൻ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ല. ഇപ്പോൾ x+y, x/y, അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് 5 + x/y, ഈ പറയുന്ന
എല്ലാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്ന ഡേറ്റ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഇൻറ്റിജർ നമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻറ്റിജർ എക്സ്പ്രഷനാണ്. ഇതെല്ലാം ഇൻറ്റിജർ എക്സ്പ്രഷൻസ് ആണ്. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ അല്ലെങ്കിൽ -x + x × y ഇതെല്ലാം ഇൻറ്റിജർ എക്സ്പ്രഷൻസ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നതും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ പോലും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ റിയൽ എക്സ്പ്രഷൻസ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓപ്പറാൻഡ്സ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ആയിരിക്കും. ആ എക്സ്പ്രഷനിലെ എല്ലാ ഡേറ്റയും അല്ലെങ്കിൽ ഓപ്പറാൻഡുകളും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റാസ് ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്പ്രഷൻസ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ വരുന്ന ഡേറ്റ എക്സും വൈയും ആണ് ഇവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ -x + x × y എന്നൊക്കെ പറയുന്ന ഈ ഓപ്പറേഷൻസ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്പ്രഷൻസ് ആണ്. ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നതും ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ആയിരിക്കും. ദെൻ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെല്ലാം കോൺസ്റ്റൻ്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇപ്പോൾ 20 + 5 / 2.0 ഇവിടെ വേറെ നമ്മൾ വേരിയബിളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാം കോൺസ്റ്റൻ്റ് വാല്യൂസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയാൻ സാധിക്കും. ദെൻ അടുത്ത ടൈപ്പാണ് റിലേഷണൽ എക്സ്പ്രഷൻ. When relational operators are used in an expression, it is called relational expression and it produces Boolean type results like true or false. In these expressions, the operands are numeric data. അതായത് ഒരു എക്സ്പ്രഷനിൽ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഇവിടെ ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനാണ്. അല്ലെങ്കിൽ x - 2 = y + 1 ഇവിടെ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊരു റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി നമുക്കറിയാം, പ്രയോറിറ്റി എപ്പോഴും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഹാവ് ഹയർ പ്രയോറിറ്റി ദാൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആയിരിക്കും. അതിനുശേഷമാണ് അവിടുത്തെ റിലേഷണൽ പാർട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ. ദെൻ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ദെൻ അടുത്ത ഒരു ടൈപ്പാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. Logical expressions combine two or more relational expressions with logical operators and produce either true or false as the result. A logical expression may contain constants, variables, logical operators and relational operators. അതായത് അവിടെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പ്രഷനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഇവിടെ ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പ്രഷനാണ്. x greater than or equal to y and x equal to 20. ഇതെന്ന് പറയുന്നത് ഒരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. കാരണം ഇവിടെ ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും ഓരോ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്. ഇത് ആ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, ഓരോ എക്സ്പ്രഷൻസും എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്.